വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിപ്പോൾ കാണാൻ പോകുന്നത് ബാംഗ്ലൂർ നമ്മൾ സെക്കൻഡ് ഡേ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ റൂമിൽ നിന്ന് റെഡിയായിട്ട് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് ലാൽബാഗിലേക്കാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ ബാംഗ്ലൂർ സിറ്റിയിലെ തിരക്കിലിങ്ങനെ പെട്ട് കിടക്കുവാണ്. അതിപ്പോൾ രാവിലെ ആയാലും ഉച്ചയായാലും രാത്രി ആയാലും അവിടുത്തെ തിരക്ക് ഓൾവേസ് ഉള്ളൊരു കാര്യമാണ്. നമ്മളപ്പോൾ അത് പ്ലാൻ ചെയ്തിട്ട് തന്നെ വേണം എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങാനായിട്ട്. അപ്പം നമ്മളും അതേപോലെ തന്നെ കുറച്ച് നേരം തിരക്കിലൊക്കെ പെട്ട് കിടന്നു. എന്നിട്ട് നമ്മൾ ബ്ലോക്കൊക്കെ താണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ലാൽബാഗിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്തവണ പോയപ്പം എനിക്കൊരു പ്രത്യേകത തോന്നിയത് ഞാൻ എല്ലാ സ്ഥലവും കാണാൻ പറ്റി എന്നുള്ളതാണ്. അന്ന് പോയപ്പോൾ ഞാൻ എല്ലാ സ്ഥലങ്ങളും ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം എനിക്കങ്ങനെ ഫീൽ ചെയ്തു. ഞാൻ കാണാത്ത കുറേ കാര്യങ്ങളും കൂടെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നല്ലോ എന്നൊക്കെ. കാരണം ഈ തവണ പോയപ്പോൾ നമ്മൾ ഗൈഡിനെയൊക്കെ എടുത്തിട്ട് അവിടുത്തെ ഇലക്ട്രിക് വെഹിക്കിളിലാണ് പോയത്. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി സത്യം പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ. നേരത്തെ ഞാൻ കുറച്ച് ചെറുതായിരുന്നപ്പോഴാണ് പോയത്. അന്ന് എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. ജസ്റ്റ് ഒന്ന് പോയി ഒരു പൂന്തോട്ടം പോലെ ഇങ്ങനെ കണ്ടു തിരിച്ചു വന്നു എന്നുള്ളൊരു എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം പോയപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ മക്കൾക്കും കൂടി അതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴും നല്ലൊരു സന്തോഷമുണ്ട്. അപ്പോൾ വെയിലിങ്ങനെ ആയി വരുന്നുണ്ടായിരുന്നു. പിന്നെ കാർ പാർക്കിംഗ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു സമാധാനമുണ്ട്. അവിടെ വലിയ തിരക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ നേരെ പോയി കാറൊക്കെ പാർക്ക് ചെയ്തു. കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നടന്നു വരുന്ന വഴിക്ക് അവിടെ നഴ്സറി പോലെ കുറേ ചെടികളിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെടികളെല്ലാം കൂടി കണ്ടപ്പോൾ എനിക്ക് പിന്നെ എവിടെ പോയാലും ചെടി മേടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല, അത് കാണുന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നേരെ ലാൽബാഗിനുള്ളിൽ പോയി അതൊക്കെ കാണുന്നതിന് മുന്നേ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോയാലോ എന്ന്. ശരിക്കും അതും കാണാനുള്ളൊരു കാഴ്ച തന്നെയാണ്. പല വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ ആ നഴ്സറിയിലുണ്ട്. മാത്രമല്ല ഒത്തിരി ആളുകൾ വന്ന് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു നാട്ടിലായിരുന്നെങ്കിൽ എപ്പോൾ ഞാനിതൊക്കെ മേടിച്ചെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ചെടികളൊക്കെ ഇതേപോലെ നനയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേയൊക്കെ വെറൈറ്റി ചെടികൾ എനിക്ക് തോന്നുന്നുണ്ട് നമ്മളിപ്പോൾ നാട്ടിൽ കൊണ്ടുവച്ചാലും ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കിളിച്ച് വരാൻ ഭയങ്കര പാടായിരിക്കും. അത്ര ചൂടാണല്ലോ ഇപ്പോൾ നാട്ടിൽ. അപ്പം കുറേ വെറൈറ്റി ഓർക്കിഡും വെറൈറ്റി പേര് പോലും അറിയാത്ത ഒരുപാട് ചെടികളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നടന്നു കണ്ടു. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഒത്തിരി ആളുകൾ വന്ന് വെറൈറ്റി ആയിട്ട് റോസൊക്കെ മേടിച്ചിട്ട് പോകുന്നുണ്ട്. എനിക്കെപ്പോഴും തോന്നാറുണ്ട് നമ്മൾ ഈ നഴ്സറിയിലൊക്കെ പോയി കാണുമ്പം റോസൊക്കെ ഇങ്ങനെ പൂ പിടിച്ച് നിൽക്കും. പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പം ചിലപ്പോൾ അത് പൂവൊന്നും പിടിക്കാറില്ല. എൻ്റെ അനുഭവമാണ് കേട്ടോ. അങ്ങനെ മേടിച്ചിട്ട് പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതെല്ലാം നമ്മളിങ്ങനെ കണ്ടു. അവിടെ ഈ ബാംഗ്ലൂരിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് എത്ര ചൂടുണ്ടെങ്കിലും നമുക്കത് ഫീൽ ചെയ്യത്തില്ല. കാരണം എവിടെ ചെന്നാലും നിറയെ മരങ്ങളാണ്. ഒരു പ്രത്യേക കൂളിംഗാണ്. നമുക്ക് ആ ചൂടേ ഫീൽ ചെയ്യത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ നടന്ന് നേരെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവിടെ കുറേ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും ആ ഒരു ഇലക്ട്രിക് വെഹിക്കിളിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഓരോ ബാച്ചായിട്ടാണ് അവർ ആളുകളെ വിടുന്നത്. അപ്പോൾ നമുക്ക് പോകാൻ വേണ്ടി അവർ പറഞ്ഞു ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന്. അപ്പോഴും ഈ കാണുന്ന പോലെ വെയിലുണ്ട്. അന്നേരം ആ കാണുന്ന ബൊഗൈൻവില്ലയുടെ അടിയിലൊക്കെ സീറ്റിംഗ് ഉണ്ട്. നമ്മൾ അവിടെ പോയി വെയിറ്റ് ചെയ്തിരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞ് ഇലക്ട്രിക് വെഹിക്കിളിൽ കയറി പിന്നെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകാൻ തുടങ്ങി ലാൽബാഗെല്ലാം. ഈ ലാൽബാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു ഗൈഡ് പറഞ്ഞ് കേട്ട കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇത് ബാംഗ്ലൂരിലെ ഭയങ്കര പ്രശസ്തമായിട്ടുള്ളൊരു പൂന്തോട്ടമാണ്. ഇത് മൈസൂർ രാജാവായിരുന്ന ഹൈദരലിയുടെ കാലത്താണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. 2 പ്രധാന വാതിലുകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലാൽബാഗിനുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മെയിൻ എൻട്രൻസിൽ കൂടെയാണ് നമ്മൾ ആദ്യം അകത്തേക്ക് കയറിയത്. 240 ഏക്കറിലാണ് ഈ ഒരു ലാൽബാഗ് എന്ന പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. അതും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം ബാംഗ്ലൂർ നഗരത്തിൽ തന്നെയാണെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. നിറയെ ഒരുപാട് മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു പൂന്തോട്ടമാണ്. അതും എത്ര വർഷം പഴക്കമുള്ളതാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഞെട്ടൽ വരും. 200-300 മുതൽ വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങൾ ഇപ്പോഴും അവിടെ അവർ നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഈ ഒരു ഗൈഡ് കൊണ്ടുപോയി എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ സമയത്ത് ഞാൻ പോയ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഓർമ്മയില്ല. ഈ പ്രാവശ്യം പോയപ്പോൾ ആ മരങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നി. ഞാൻ ആ വർഷം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു. 200-300 ഒക്കെ വർഷം പഴക്കമുള്ള ഒരുപാട് മരങ്ങൾ ഈ ഒരു പൂന്തോട്ടത്തിലുണ്ടെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത.
പിന്നെ ഇവിടുത്തെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഹൗസ് ആണ്. അപ്പം ആ ഗൈഡ് ഗ്ലാസ് ഹൗസിൻ്റെ അവിടെ എത്തിയപ്പം നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് തന്നു, കാരണം ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്ലാസ് ഹൗസ്. അപ്പം അവിടെ ഒരു 5 മിനിറ്റ് നിർത്തി നമ്മളെല്ലാവരും ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഈ ഗ്ലാസ് ഹൗസിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റത്തില്ല, നമുക്ക് പുറത്ത് നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ചുറ്റും അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊരു ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. നമ്മളിങ്ങനെ ഗാർഡൻ്റെ ചുറ്റി വരുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഗ്ലാസ് ഹൗസിൻ്റെ ചുറ്റും കിട്ടുന്നത്. പിന്നെ അവർ പറഞ്ഞത് ഇവിടെ ഫ്ലവർ ഷോ നടക്കാറുണ്ട്. പ്രത്യേകിച്ചും ഏറ്റവും പ്രശസ്തമായ ഒരു ഫ്ലവർ ഷോ എന്ന് പറയുമ്പോൾ നമ്മുടെ റിപ്പബ്ലിക് ഡേ ജനുവരി 26 ഇവിടെ നടക്കുന്ന ഫ്ലവർ ഷോ കാണാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരാറുണ്ട്. അത്രയും പ്രശസ്തമായ ഒരു ഫ്ലവർ ഷോ ആണ് അവിടെ നടക്കുന്നത്. പിന്നെ 1760 ഹൈദരാലി ആയിരുന്നു ഈ ഒരു പൂന്തോട്ടത്തിൻ്റെ കെട്ടിടത്തിൻ്റെയൊക്കെ പണികൾ ആരംഭിച്ചത്. പക്ഷേ അത് പൂർത്തിയാക്കിയത് ടിപ്പു സുൽത്താൻ ആയിരുന്നു എന്നാണ് നമുക്ക് ആ ഗൈഡ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു നമുക്ക്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ മരങ്ങളും ചെടികളും ഒക്കെ അവർ കറക്റ്റായിട്ട് പരിപാലിച്ച് കൊണ്ടുപോകുന്നതാണ്. അതിനകത്ത് പ്രത്യേകിച്ച് സിൽക്ക് കോട്ടൺ മരങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മരങ്ങളുടെ പഴക്കം തന്നെയാണ് അതിലേറ്റവും വലിയ പ്രത്യേകത. 200 മുതൽ 300 വർഷം വരെ പഴക്കമുള്ള മരങ്ങളുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ മരത്തിൻ്റെ ആ ഒരു ശാഖയും തടിയും ഒക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതം തോന്നും. ഭയങ്കര ജയൻ്റായിട്ട് ഫീൽ ചെയ്യും അത് നമുക്ക് അടുത്ത് നിന്ന് കാണുമ്പോൾ. അപ്പോൾ കുറച്ച് നേരം എല്ലാ സ്ഥലങ്ങളിലും നിർത്തിയിട്ട് നമ്മളെ അതൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഒരുപാട് പക്ഷികൾ ഇവിടെ ഉണ്ട്. കാരണം ഇത്രയും മരങ്ങളും വലിയ പൂന്തോട്ടമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പക്ഷികളൊക്കെ തന്നെ ഈ മരങ്ങളിലൊക്കെ ഉണ്ടെന്നുള്ളതും വലിയൊരു പ്രത്യേകത കൂടിയാണ്. നമ്മൾ ബാംഗ്ലൂരിൽ ഒരു ടൂറ് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ലാൽബാഗ് ഗാർഡൻ കണ്ടിരിക്കണം. കാരണം അത്രയും സമയമെടുത്ത് കാണേണ്ട കാഴ്ചകളും ഇവിടെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് അങ്ങനെ കണ്ടു തീർക്കാൻ പറ്റത്തില്ല ഈ ലാൽബാഗിലെ കാഴ്ചകളൊക്കെ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവരുടെ അറിയാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നടുക്കൊരു തടാകം കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെ ഒരു സ്ഥലവും കൂടി ഉണ്ട്. നമ്മൾ അവിടെയും കൊണ്ട് നിർത്തി ഒരു 5 മിനിറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് എല്ലാവരും മുകളിലെത്തി ആ ഒരു തടാകത്തിൻ്റെ വ്യൂ ഒക്കെ കണ്ടു. അതും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും നമുക്ക് ഈ ഗൈഡ് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് അങ്ങനെ ഒരു മരമാണ് ഈ കാണുന്നതും. ആ മരത്തിൻ്റെ സ്ഥലത്തും കുറച്ച് നേരം നമുക്ക് നിർത്തി കാഴ്ചകളെല്ലാം കാണിച്ചു തന്നു. എനിക്ക് പിന്നെ ഇങ്ങനത്തെ ടോപ്പിക്കൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പം ഞാൻ കാര്യമായിട്ട് അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനോടും അല്ലിനോടും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഈ മരങ്ങൾക്കൊക്കെ ഇത്രയും പ്രായമുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ മക്കളും അതിനെക്കുറിച്ച് ഓരോ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് അവരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലാൽബാഗിലേക്കുള്ള ഒരു പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ രാത്രി 7 മണി വരെയാണ്. പിന്നെ 9 മണിക്ക് ശേഷമാണെങ്കിൽ 10 രൂപ ഒരു പ്രവേശന ഫീസ് അവർ മേടിക്കുന്നുണ്ട്. പിന്നെ റിപ്പബ്ലിക് ഡേയുടെ സമയത്തൊക്കെ ഫ്ലവർ ഷോ നടക്കുമ്പോൾ അവിടെ പ്രവേശന ഫീസ് ഇത്തിരി കൂട്ടാറുണ്ട് അവർ. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്കാണ് അതേപോലെ വലിയൊരു മരം കാണിച്ചു തന്നു. അപ്പം മരത്തിൽ നിറയെ തേനീച്ചക്കൂടുണ്ടായിരുന്നു. അതൊക്കെ നിർത്തി കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഒരു ഈ മരങ്ങളുടെ അടുത്തേക്കൊന്നും നമുക്ക് കൂടുതൽ പോകാൻ പറ്റില്ല. എല്ലാം അവർ കറക്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വെഹിക്കിളിൽ തന്നെ പോകുന്നത് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്രയൊക്കെ കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും നടന്നു പോയി ഇത്രയും കാഴ്ചകളൊന്നും കണ്ടിട്ട് വരാൻ പറ്റുമെന്ന്. കാരണം ഇത്രയും ഏക്കറിൽ ഒരിക്കലും നമുക്ക് പോസിബിൾ അല്ല ഇതൊന്നും കണ്ടിട്ട് വരാൻ. പിന്നെ ഞാനൊരു ഷോർട്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്ലോക്കിനെ കുറിച്ച്. അവിടുത്തെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ക്ലോക്കും ഉണ്ട് ലാൽബാഗിൻ്റെ സെൻറ്ററിലായിട്ടും. അതും അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയാൻ തന്നെ ഉള്ളതാണ്. അപ്പം അതെല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ച് എൻട്രൻസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്ന ആ ഒരു എൻട്രൻസിലേക്ക് തന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന് ഒത്തിരി കാര്യങ്ങൾ ആ ഗൈഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പോകുന്ന വഴിക്ക് തന്നെ ഒത്തിരി കാര്യങ്ങൾ കാണാനും ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു ലാൽബാഗിൻ്റെ പ്രത്യേകത. അപ്പോൾ ലാൽബാഗിലെ ഈ വിശേഷങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി ലാൽബാഗ് ഒന്ന് കണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വിശേഷങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.